ഇന്ന് രാത്രി കാലവും കർത്താവിന്റെ പാദപീഠത്തായിരിക്കുവാൻ ദൈവം ചെയ്ത വലിയ കൃപകൾക്ക് കർത്താവിനെ ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുക. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിന് സ്വോത്രം. ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് ക്ഷണിച്ച കർത്താവിന് സ്വോത്രം. ബഹുമാനമുള്ള കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ കർത്താവിന് സ്വോത്രം, തന്റെ മകന്റെ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയായി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ വന്ദനം അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതുപോലെ കർത്താവിന് സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്വോത്രം. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ അവസരം ഒരുക്കിയ, ആമേൻ സ്വോത്രം, ഈ മൈതാനത്ത് ഒരുക്കിയ, ആമേൻ സ്വോത്രം. കേട്ടു. ഹല്ലേലൂയ. ആമേൻ. 32-35 വർഷമായി ആമേൻ സ്വോത്രം ഈ മിനിസ്ട്രി ഇങ്ങനെ നടക്കുക. അതിനുവേണ്ടി അവസരം ഒരുക്കിയ, ആമേൻ ഒരു ദർശനം കൊടുത്ത, ആമേൻ ഒരു ഹല്ലേലൂയ സ്വോത്രം നേർച്ചയിലോ, ആമേൻ സ്വോത്രം നേർച്ചയോ പൊരുത്തനയോ എന്തോ ദൈവവുമായി ഒരു ഉടമ്പടിയും ഒരു തീരുമാനത്തോടെ ആയിരിക്കുവാൻ കൃപ ചെയ്ത, ആമേൻ സ്വോത്രം, പ്രിയ ഡോക്ടർ അമ്മയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവം വർദ്ധിപ്പിക്കട്ടെ. ആമേൻ സ്വോത്രം. സ്വർഗരാജ്യത്തിന് ആ കുടുംബം ഓഹരിക്കാരായി തീരട്ടെ. ആ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്വോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആമേൻ സ്വോത്രം. ഇന്ന് രാത്രികാലം വേദിയിലായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസന്മാർക്കായി ഞാൻ എന്റെ വന്ദനം അറിയിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വിടുവിക്കട്ടെ. ആമേൻ സ്വോത്രം. അതുപോലെ കർത്താൻ സ്വോത്രം പാടുന്ന സഹോദരന്മാരെ, ആമേൻ ദൈവ ഭക്തന്മാർ ദൈവം അനുഗ്രഹിക്കട്ടെ. കീബോർഡിസ്റ്റിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്വോത്രം. ഈ ശബ്ദത്തെയും വെളിച്ചത്തെയും പകർന്ന ദൈവ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ കർത്താവിന് സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ സ്വോത്രം. ഈ ഓൺലൈൻ പ്രവർത്തനം ചെയ്യുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപകൾക്കായി സ്വോത്രം. ആമേൻ സ്വോത്രം. ഇന്ന് രാത്രികാലവും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാൻ വന്ന, ദൂരത്തുനിന്നും ചാരത്തുനിന്നും വന്ന എല്ലാ ദൈവ മക്കൾക്കും, യേശുവിനെ സ്നേഹിക്കുന്ന, ജീവിക്കുന്ന യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, യേശുവിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, ആമേൻ കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും, ആമേൻ സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ഹല്ലേലൂയ മൈതാനത്ത് വന്നവരുണ്ട്, റോഡിൽ നിന്നത് കേൾക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിനകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട്, ആമേൻ ഹോസ്പിറ്റലിനകത്ത് ഡ്യൂട്ടി എടുക്കുന്ന നഴ്സന്മാരുണ്ട്, അറ്റൻഡർമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഇന്ന് രാത്രി ഈ വചനം എവിടെയൊക്കെ ഇരുന്ന് ആമേൻ പ്രത്യുതാരോ പേഷ്യൻസ് ഉണ്ട്. ആരൊക്കെ ഈ വചനം കേൾക്കുന്നുവോ, ഈ വചനം അത് ചെല്ലുന്നിടത്തൊക്കെയും അതിന്റെ പ്രവൃത്തി ചെയ്തെടുത്തുകൊണ്ട് മടങ്ങി വരൂ. എവിടെ ഇരിക്കുന്നു എന്നല്ല, ഈ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ. ഹല്ലേലൂയ. ഈ വചനം എവിടെ ചെല്ലുവോ, തീക്കൽ പാറയാണോ, അത് ഓട്ടഞ്ഞു മാറും. ഹല്ലേലൂയ. ഈ വചനം വിടുതലായി വെളിപ്പെടും. ഹല്ലേലൂയ. എവിടെ ഇരിക്കുന്നു എന്ന് വിഷയമല്ല. ആമേൻ സ്വോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപകൾക്കായി, കർത്താവിന്റെ കരുണകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ചു വന്ന ഒന്നാമത്തെ ദിവസം വായിച്ചു വന്ന കുറിവാക്യത്തിലോട്ട് കടന്നു വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. நமக்கொரு பாலகன் பிறந்தார், நமக்கொரு குமாரன் கொடுக்கப்பட்டார், கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, சமாதான பிரபு என்னப்படும். ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യ പിതാ, സമാധാന പ്രഭു എന്ന് എണ്ണപ്പെടും. ശക്തിയോടെ എന്റെ കർത്താവ് നിത്യപിതാവാ, എനിക്ക് വേണ്ടി നിത്യപിതാവാ. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും വേണ്ടി നിത്യപിതാവാ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഈ മീറ്റിങ്ങിന് ക്ഷണിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് തമിഴ് നന്നാ അറിയത്തില്ല. പാസ്റ്ററിന്റെ ചർച്ച മൈതാനത്ത് ഒരു മീറ്റിംഗ് നടത്തി. ഞാൻ ഇതിനേക്കാളും തമിഴ് പറഞ്ഞു, അല്ലേ പാസ്റ്റർമാ? യെസ്. ഹല്ലേലൂയ. ഇതിനേക്കാളേറെ ഞാൻ തമിഴിൽ സംസാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ട്രാൻസ്ലേറ്ററിന് വേണ്ടിയിട്ട് ഒരു ദൈവദാസനെ വിളിക്കാം. ഹല്ലേലൂയ. അന്നേരം പാസ്റ്റർ പറഞ്ഞു, വേണ്ട സിസ്റ്റർ ചൊന്നാ പോതും. ഹല്ലേലൂയ. ആമേൻ സ്വോത്രം. ഹല്ലേലൂയ. രാത്രി കിടന്ന എന്റെ ചിന്ത മൊത്തം യേശുപ്പാ തമിഴ്. ഹല്ലേലൂയ.
ആമേൻ. ഞാൻ ദൈവത്തോട് പറയുന്ന ഒറ്റ ഭാഷയാ യേശുവേ തമിഴ്. അന്നേരം കർത്താവ് പറഞ്ഞു, ആമേൻ, യേശു കർത്താവിന് തമിഴ് അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, കന്നഡ അറിയാം, തെലുഗു അറിയാം, ഉറുദു അറിയാം, ആമേൻ സ്വത്രം പോളിഷ് അറിയാം, ആമേൻ സ്വത്രം കനേഡിയൻ ഭാഷ അറിയാം, എന്റെ കർത്താവിന് ജർമ്മൻ ഭാഷ അറിയാം, ഈ ലോകത്ത് എന്തൊക്കെ ഭാഷയുണ്ടോ എല്ലാം തമ്പുരാൻ അറിയാം. എന്റെ ദൈവം സൃഷ്ടിച്ച മനുഷ്യര് ജീവശ്വാസം മൂക്കിലൂതിയപ്പോ ഈ ഭാഷയൊക്കെ ഉള്ളി കൊടുത്തു. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ജർമ്മൻ ഭാഷയെ നമുക്ക് തന്നു, കനേഡിയൻ ഭാഷയെ നമുക്ക് തന്നു, തെലുങ്കും തന്നു, ഉറുദുവും തന്നു. ഹല്ലേലൂയ. അവൻ എന്റെ ഭർത്താവായ ദൈവദാസൻ ഒരു 8ഓളം ഭാഷ സംസാരിക്കും. ഹല്ലേലൂയ. ഏത് ദേശത്ത് ചെന്നാലും ആ ഭാഷ പഠിച്ചിട്ടേ വരത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. അല്പം മാത്രം പറയട്ടെ, ആസാമിൽ ജനിച്ചു വളർത്തപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന്, ഹല്ലേലൂയ, ആമേൻ സ്വത്രം ഈ ദേശത്ത് വന്നു. ആമേൻ സ്വത്രം ഇപ്പൊ നല്ലൊരു കർത്താവിന്റെ ദാസനായി, ഒരു സഭയുടെ ശുശ്രൂഷകനായി, 2 മക്കളുടെ അപ്പനായി, ആമേൻ സ്വത്രം ഒരു ഭാര്യയുടെ ഭർത്താവായി എന്റെ കർത്താവിനെ ഇന്ന് ഉയർത്തിക്കൊണ്ടേയിരിക്കുക. യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രിയും എന്റെ ദൈവം അവസരം കൊടുത്തിരിക്കുക. പോലീസിൽ നിന്ന് എന്റെ ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ സൈന്യത്തോട് പടപൊരുതുവാൻ ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം അധികാരത്തെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതിനെ ഓർത്തെന്റെ ദൈവത്തെ സ്തുതിക്കുക. ആ കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എനിക്കൊന്ന് മനസ്സിലായി, ആമേൻ, ഭാഷ മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്ത് കയറി. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഡോക്ടർ അമ്മ വ്യാഖ്യാനിച്ചു. പഠിക്കുന്ന മക്കൾക്കൊരു പാഠവാ. ഡോക്ടർ അമ്മ എങ്ങനെ ഡോക്ടറായെന്ന് തെളിയിച്ചു. 2 ദിവസം കൊണ്ട് കേട്ടത് തെറ്റ്, വള്ളി പുള്ളി തെറ്റില്ലാതെ എല്ലാം പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടതുപോലെ ഡോക്ടർ അമ്മ കേട്ടു. പക്ഷെ അതെല്ലാം റിപ്പീറ്റ് ചെയ്തു. പഠിക്കുന്ന മക്കളെ കണ്ടു പഠിച്ചോ. ഇന്റർവ്യൂവിന് അറ്റൻഡ് ആകുമ്പോ, വലിയ പഠിത്തത്തിന് പോകുമ്പോ, ഡിഗ്രി എടുക്കുമ്പോ, നീറ്റ് എഴുതുമ്പോ, ആമേൻ സ്വത്രം ടെറ്റ് എഴുതുമ്പോ എന്തൊക്കെ എഴുതാനുണ്ടോ ഒന്ന് കേട്ടു പഠിക്കാൻ ഇന്ന് രാത്രി ഒരു ടീച്ചറായി. യെസ്, ആമേൻ സ്വത്രം ഇങ്ങനെയാ പഠിക്കുന്നതെന്ന് എന്റെ ആമേൻ സ്വത്രം ഹല്ലേലൂയ വായിൽ കൂടെ പറഞ്ഞു തരയാ. ഒരു വാക്യത്തെ വായിച്ചോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശുവിന്റെ നാമത്തിൽ. ഇപ്പിടി ഇരിക്കെ, கேட்டவைகளை விட்டு விலகாத படிக்கு. ஆகையால் நாம் கேட்டவைகளை விட்டு விலகாத படிக்கு மிகுந்த ஜாக்கிரதையாய் கவனிக்க வேண்டும். அவைகளை மிகுந்த ஜாக்கிரதையாய் கவனிக்க வேண்டும். விஷயம் கவனம். നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ പല ആമേൻ സ്വത്രം തമിഴ്നാട്ടിലോട്ട് നാഗർകോവില്, റീതാപുരം, കല്ലുലിയ സ്വത്രം അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. കേട്ടതിന് ശേഷം പാസ്റ്ററോട് ചോദിക്കും, പോയി പാസ്റ്റർ அவங்க எனக்காக என்ன சொன்னாங்க. ഹല്ലേലൂയ. അന്നേരം പാസ്റ്റർ തിരിച്ച് റിപ്ലൈ പറയും, நான் ஒண்ணுமே ரெக்கார்ட் பண்ணல சகோதரி. ஹல்லேலூய. அப்பொழுது கேட்டிருந்தா அவங்க ஏதாவது அவங்களுக்கு புரிஞ்ச பாஷையில சொல்லி தருவாங்களே. ஹல்லேலூய. ആമൻ. പിന്നീട് കേട്ടാ പറ്റത്തില്ല. എന്ന് രാത്രി ഹല്ലേലൂയ ആമൻ സ്വത്രം മലയാളത്തിൽ ഇങ്ങനെ പറയുന്നേ, ആകയാൽ കേട്ടത് വല്ലപ്പോഴും വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമുക്ക് എപ്പോഴും ഒഴുകത്തില്ല, വല്ലപ്പോഴും ഒഴുകും. പാട്ടുകാരൻ പാടിയതുപോലെ, ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോയി. ഈ 3-ാമത്തെ ദിവസം കൺവെൻഷന് നിന്റെ വേദന ഒഴുകി ദൂരത്ത് പോണം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്ന് വീഴണം, അല്ലെങ്കിൽ അറബിക്കടലിൽ നിന്റെ വേദന ഇന്ന് രാത്രി ചെന്ന് വീഴട്ടെ. ഇന്ന് വേദനിക്കുന്നവളല്ല, നീ ആരോഗ്യവതിയായി വേദന മാറിയവളായി ആ കരങ്ങളെ തട്ടി ഒന്ന് ആരാധിച്ചാട്ട്. എവിടെ ഒഴുകി പോകണമോ നിന്റെ വേദന, വേദനിക്കുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ ഇന്ന് രാത്രി അത് മറഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്വത്രം. വായിച്ച ഭാഗം ഒത്തിരി വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ആമേൻ സ്വത്രം എങ്കിലും അല്പം മാത്രം പറയുക. ആമേൻ സ്വത്രം. ഒരിക്കൽ കൂടെ ഭാഗം വായിക്കാം. മെസ്സിയ പ്രവചനം 9-ാം അധികാരം. நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா. நித்திய பிதா. സമാധാന പ്രഭു സമാധാന പ്രഭു എന്നപ്പെടും. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവയാ. അത് ലോകം തരുന്നത് പോലെയല്ല,
എന്റെ കർത്താവ് സമാധാനം തരുന്നത് ഒരപ്പൻ മക്കൾക്ക് സമാധാനം കൊടുക്കും. അപ്പന് കഴിയുന്ന അത്രയും അളവിൽ. ഹല്ലേലൂയ. ഒരമ്മ മക്കൾക്ക് സമാധാനം കൊടുക്കും. പരിധിയുണ്ട്, പരിധിക്കകത്ത് നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ സ്വത്രം, ഹല്ലേലൂയ, ആമേൻ സ്വത്രം. ഉത്തമ ഗീതത്ത് എന്ന് വെച്ചാ സോങ് ഓഫ് സോങ്ങില് ഇങ്ങനെ ഒരു വചനമുണ്ട്. ആമേൻ ഇടം കയ്യിൽ കിടത്തിയിട്ട് വലം കയ്യിൽ ആശ്ലേഷിപ്പിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ ഇടത്തെ കയ്യിൽ കിടത്തും. എത്ര വരെ? ഈ കൈ മരവിക്കുന്നത് വരെ, ഈ കൈ വേദനിക്കുന്നത് വരെ. പക്ഷേ എന്റെ കർത്താവ് പറയാ, ആമേൻ സ്വത്രം, നിന്നെ ഞാൻ നരയ്ക്കുവോളം ചുമക്കും. വയസ്സാവും വരെ കർത്താവ് എന്ത് ചെയ്യുന്ന? പല്ലില്ലേലും, ബലം ക്ഷയിച്ചാലും, ആരോഗ്യം ക്ഷയിച്ചാലും എന്റെ കർത്താവ് പറയാ, യഹോവയായ ഞാൻ നിന്റെ വാർദ്ധക്യത്തിലും മാറാത്തവൻ. വാർദ്ധക്യത്തിലെത്തിയ അപ്പന്മാരെ, അമ്മമാരെ, ആമേൻ സ്വത്രം കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാ. ആ ദൈവം വാക്കുമാറാത്ത ദൈവമോ. എന്റെ കർത്താവ് പറഞ്ഞിരിക്കയാ, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്ക്. യഹോവയായ ഞാൻ മാറാത്തവൻ, ഞാൻ അനന്യൻ തന്നെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാ. ആമേൻ പ്രത്യുത എന്റെ കർത്താവ് നിത്യപിതാവാ. നിത്യപിതാവ് വന്ന് നമുക്ക് തരുന്നത് നിത്യ ജീവനെ എന്റെ കർത്താവ് തരയാ. ആമേൻ സ്വത്രം. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം, യോവാൻ 3-ാമത് അധികാരം 16-ാമത് വചനം. தேவன் தம்முடைய ஒரே பேரான குமாரனை விசுவாசிக்கிறவன் எவனோ, தேவன் தம்முடைய ஒரே பேரான குமாரனை விசுவாசிக்கிறவன் எவனோ, அவன் கெட்டு போகாமல் நித்திய ஜீவனை அடையும்படிக்கு அவரை தந்தருளி இவ்வளவாய் உலகத்தில் அன்பு கூர்ந்தார். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വ്യത്യാസമില്ലാതെ, കറുപ്പനെന്നോ വെളുപ്പനെന്നോ സൗന്ദര്യം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പഠിപ്പുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ അറിവുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഇന്ന് രാത്രി ഈ വചനത്തെ വിവിധ തലങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന ഏവനും നശിച്ചു പോകത്തില്ല, നിത്യജീവൻ കൊടുക്കാൻ പോവയാ. ഹല്ലേലൂയ. എന്റെ കർത്താവ് തരുന്നത് ചെറിയ ജീവനല്ല, നിത്യജീവനാ. എറ്റേണൽ ടു എറ്റേണൽ വരെ. ആമേൻ സ്വത്രം. നിത്യജീവൻ വരെ. ഹല്ലേലൂയ. ഈ ജീവിത യാത്ര നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഞാനൊരു അരമണിക്കൂറൂടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ, സ്വത്രം പറയുമെങ്കിൽ ഇന്ന് രാത്രി വിടുതല പ്രാപിച്ചുകൊണ്ട് പോകാം. 2 കണ്ണും വേദന കിട്ട് മൈഗ്രൈന്റെ പ്രശ്നത്താൽ ഈ ഞരമ്പുകൾക്ക് പ്രശ്നമിട്ടിരിക്കുന്ന സഹോദരി, നിന്നെ കർത്താവ് വിടുവിക്കാൻ പോവയാ. ഈ ഞരമ്പിന് തകരാറ് വന്ന് ആമൻ സ്വത്രം പഠിക്കാൻ കഴിയാതെ എക്സാം സമയമാകുമ്പോ ആമൻ വല്ലാത്ത തലവേദന, വല്ലാത്ത ക്ഷീണം, വെപ്രാളവുമായിരിക്കുന്ന കുഞ്ഞെ ദൈവം നിന്നെ വിടുവിക്കാൻ പോവയാ. എന്റെ യേശു ഇന്ന് രാത്രി സൗഖ്യദായകനാ. ആ കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് ആത്മാവി ശക്തിയോടെ ജയം ഏറ്റെടുത്തുകൊണ്ട് ചുടബലഗതുന അന്തരാധികരകടുക വൈഡമാനബലമൗ ഷൈഡാരകതനകടുക യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കൂ, ആമൻ സ്വത്ര എന്താ ഈ നിത്യജീവൻ? കർത്താവ് നിത്യജീവൻ കൊടുപ്പാര് നിത്യജീവൻ താനേ തമിഴിലെയോ? ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് சொன்னா என்ன? கர்த்தர் நித்தியஜீவன் கொடுப்பாருன்னு சொன்னா ஆமென் சோத்ர நித்தியஜீவன் ஏதாவது இருக்கா? ஆமென் சோத்ர ஹல்லேலூயா இருக்கு. வாய்ச்சோ ஜோன் ஆமென் சோத்ர யோவான் 17-வது அதிகாரம் 3-வது வசனம். ഉമ്മയും നീർ അനുപ്പിനവരാകിയ യേസു ക്രിസ്തുവയും അറിവതേ നിത്യജീവൻ. ഒരിക്കൽ കൂടെ ഒൻറാന മെയ് ദേവനാകിയ ആദ്യത്തെ വാക്ക് ഒരിക്കൽ കൂടെ
ഒൻറാന് മെയ് ദേവനാകിയ ഉമ്മയും നീർ അനുപ്പിനവരാകിയ യേശു ക്രിസ്തുവയോ അറിവതേ നിത്യജീവൻ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ദൈവ പൈതലെ നീ യേശുവിനെ അറിഞ്ഞെങ്കിൽ, യേശു ആരെന്നറിഞ്ഞെങ്കിൽ, യേശു എന്തെന്നറിഞ്ഞെങ്കിൽ, യേശു എന്തിനീ ലോകത്ത് വന്നു എന്നറിഞ്ഞെങ്കിൽ, യേശു എന്തൊക്കെ ചെയ്തു എന്നറിഞ്ഞെങ്കിൽ, ആരെയൊക്കെ സൗഖ്യമാക്കി എന്നറിഞ്ഞെങ്കിൽ, ആർക്കൊക്കെ അത്ഭുതം ചെയ്തു എന്നറിഞ്ഞെങ്കിൽ, ആമേൻ സ്തോത്രം, അത് നിനക്കൊരു നിത്യജീവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. മർക്കോസ് 16:16 വായിക്കാം. യേശുവിന്റെ നാമത്തിൽ. മാർക്ക് 16:16. വിശ്വാസമുള്ളവനാകി ജ്ഞാനസ്നാനം പെറ്റവൻ രക്ഷിക്കപ്പെടുവാൻ വിശ്വാസിയാദവനോ ആജ്ഞയ്ക്കുള്ളാക തീർക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന 3 ദിവസം കൊണ്ട് നിത്യജീവന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ദൈവ പൈതലേ, ആമേൻ, കേൾക്കുന്ന ദൈവ പൈതലേ, വിശ്വാസമുള്ളവനാകി ജ്ഞാനസ്നാനം പെറ്റവൻ യവനോ അവൻ രക്ഷിക്കപ്പെടുവാൻ. അവൻ രക്ഷിക്കപ്പെടണുണ്ടാ, ജ്ഞാനസ്നാനപ്പെടണു. ജ്ഞാനസ്നാനം പെട്ടാത്ത ആമേൻ സ്തോത്രം രക്ഷ എന്ന അനുഭവം കിട്ടും. പക്ഷേ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അടുത്തു പറയാ, വിശ്വസിക്കാത്തവൻ. ഹല്ലേലൂയ. ജ്ഞാനസ്നാനം പെറാത്തവനക്ക് ശിക്ഷാവിധിയില്ലെന്നല്ല, വിശ്വാസമില്ലാത്തവൻ. വായിച്ചോ, ഒരിക്കൽ കൂടെ വായിച്ചോ സിസ്റ്ററെ. വിശ്വാസിയാദവനോ ആജ്ഞയ്ക്കുള്ളാക തീർക്കപ്പെടുവാൻ. വിശ്വസിക്കാത്തവനോ. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് നിത്യജീവനാ. വിശ്വാസമില്ലാത്ത ദൈവ പൈതലേ, ആമേൻ, നിനക്ക് ശിക്ഷാവിധിയാ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, നീ സ്നാനപ്പെടേണ്ടത് അത്യാവശ്യമാ. ഏതെങ്കിലും സ്നാനമല്ല, ഒത്തിരി സ്നാനമുണ്ട്. കൊടിയന്മേൽ സ്നാനമുണ്ട്, തളിപ്പ് സ്നാനമുണ്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയാ, ഏതെങ്കിലും സ്നാനമല്ല നീ എടുക്കേണ്ടത്. യേശു കർത്താവ് യോർദാൻ നദിയിൽ ഇറങ്ങി മുങ്ങി പൊങ്ങിയ സ്നാന വിഷയോ ഡിപ്പ് ഇൻടു ദ വാട്ടർ. വെള്ളത്തിനകത്ത് മുങ്ങി പൊങ്ങിയ സ്നാനം. കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി സ്നാനങ്ങളുണ്ട്. കൊടിയൻ കീഴ സ്നാനങ്ങളുണ്ട്. ആമേൻ സ്തോത്രം, തളിപ്പ് സ്നാനമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ, ആമേൻ, പെട്ടകം പണിത, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവഭക്ത്, ആമേൻ, വെള്ളത്തിൽ കൂടെ 8 പേർ രക്ഷപ്പെട്ടു. അത് സ്നാനത്തിനൊരു മുൻകുറി. ഹല്ലേലൂയ. നോഹയോട് എന്റെ ദൈവം പറഞ്ഞു, നീ പെട്ടകം പണിഞ്ഞോ. എന്റെ ദൈവത്തിനറിയാം ഈ നോഹയെ ഒന്ന് മുക്കിപ്പൊക്കണ. ആമേൻ സ്തോത്രം. മറ്റെല്ലാം ചത്തു പൊങ്ങിയപ്പോ, ആമേൻ സ്തോത്രം, ലോകത്ത് നശിച്ചപ്പോ, ആമേൻ സ്തോത്രം, നോഹയും കുടുംബവും ആമേൻ സ്തോത്രം വെള്ളത്തിൽ കൂടെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും അല്ല ഉറച്ചത്, അരരാത്ത് പർവ്വതത്തിൽ. സ്നാനപ്പെടുന്ന ദൈവ പൈതലേ, നിന്നെ താഴെ ഇടുന്ന കർത്താവല്ല, ഉയരത്ത്. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയാ, ഗിരികളിൽ കൺകളുയർത്തി ഞാനോതു, എവിടെയാ നിന്റെ സഹായോ. ഗിരികളിൽ കൺകളുയർത്തി ഞാനോതു, എവിടെയാ നിന്റെ സഹായോ. വരുമൻ സഹായ മൂലകമാകാശ ഇവയോളയാക്കിയ നിന്നാൽ. ഹല്ലേലൂയ. ഞാൻ ട്യൂണ് നോക്കുന്നില്ല, കർത്താവ് തരുന്നതായി എൻ്റെ ട്യൂണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചരക്കലിൽ ഉറച്ച ശബ്ദം കേട്ട് ആമേൻ കേൾപ്പിച്ചാലും ട്യൂണില്ലേ. ഈ പണ്ട് റോഡില് കാളവണ്ടി കണ്ടിട്ടുണ്ട് എല്ലാരും. ഹല്ലേലൂയ. താറടാത്ത റോഡിൽ കാളവണ്ടി പോകുമ്പോ എങ്ങനെയാ പോകുന്നേ? അങ്ങനെ. ഓക്കെ. ആ ശബ്ദത്തിലും ആത്മാവിന്റെ ഒരു പ്രവൃത്തിയുണ്ടോ. വിടുതൽ വെളിപ്പെടാൻ പോവയാ. ആ കരങ്ങളെ വീശിക്കൊണ്ട് ശബ്ദത്തെ തുറക്കുന്നവൻ കർത്താവാ. ഈണവും താളവും തരുന്നവൻ കർത്താവാ. എന്ന് രാത്രി പരിശുദ്ധനെ വിളിച്ചു പറയാ, ആ ശബ്ദത്തിൽ കൂടെ ആ ബന്ധനത്തെ അഴിക്കാൻ പോവയാ. വിഷയോ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ആ ചിറച്ചാലയുടെ അടിസ്ഥാനം ഇളകി കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഓ
യേശുവിന്റെ നാമത്തിൽ പൗലും ശീലാവും നടുരാത്രിയിലെ ചിറച്ചാലയ്ക്കുള്ളിൽ പുറപ്പെടുവിച്ച ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം പൗലിനും ശീലാവിനും മാമൻ മാത്രമല്ല, അന്ന് ചിറച്ചാലയ്ക്കുള്ളിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും ബന്ധനം കഴിഞ്ഞു, എല്ലാവരുടെയും ചങ്ങല കഴിഞ്ഞു. ആമേൻ സ്വത്രം. സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, ആമേൻ സ്വത്രം, പൗലേ ശീലാവേ എന്നെ ഈ ചിറച്ചാലയും കരിക്കൂടാതെ കർത്താവ് അടിസ്ഥാനത്തൊന്ന് ഇളക്കി എന്ന് വെച്ചാൽ ബേസ്മെന്റിനെ ഇളക്കിയെന്ന്. ഇനി ആരെങ്കിലും അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ സ്വത്രം ആഭിചാരം ചെയ്ത് വെക്കുവോ? വീട്ടിന്റെ വാതിൽക്കൽ പടിക്കുള്ളില് ആഭിചാരം ചെയ്ത് വെക്കുവോ? ഹല്ലേലൂയ. ഞങ്ങളൊരു വീടിന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ 35 വർഷമായി പണി കഴിപ്പിച്ച വീടാ. ആ വീട്ടിന്റെ കർത്താവിന് സ്വത്രം ഹല്ലേലൂയ ഒന്ന് പുതുക്കി അവർ പണിയാൻ തീരുമാനിച്ചു. അന്നേരം കർത്താവിന് സ്വത്രം അവരുടെ വാഷ്റൂം ഒന്ന് കർത്താവിന് സ്വത്രം ടൈലിടണം. പണ്ടത്തെ 35 വർഷത്തിന് മുമ്പുള്ള വീടുകളിലൊന്നും വാഷ്റൂം ടൈലല്ല. ആമേൻ സ്വത്രം ഹല്ലേലൂയ. സഹോദരൻ ചിന്തിച്ചു, ആമേൻ സ്വത്രയുടെ വാഷ്റൂം ഒന്ന് ടൈലിടണം. അന്നേരം കർത്താവിന് സ്വത്രം ഓക്കെ, ആമേൻ സ്വത്രം ഇട്ടോ, സഹോദരൻ ഇട്ടോ. ആമേൻ സ്വത്രം സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചു. ആമേൻ ഈ സഹോദരൻ കർത്താവിന് സ്വത്രം അതിനെ ഒന്നെല്ലാം ശരിയാക്കി ടൈലിടാൻ വേണ്ടി ആമേൻ താഴെയുള്ള സിമന്റ് എല്ലാം കൊത്തി കളച്ചപ്പോ 35 വർഷത്തിന് മുന്നേ ആമേൻ സ്വത്രം ആഭിചാരം ചെയ്തു വെച്ച് ബന്ധിച്ചു വെച്ച വെറ്റിലയും അതിനകത്ത് ചില സാധനം എല്ലാം പച്ചക്കിരിക്കുക. എത്ര വർഷമായി? വർഷം എത്രയായി? വർഷം 35. അതിനൊരു ക്ഷതവും വന്നിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയാ, പൗലേ ശീലാവേ നീ ഒരു പൗല. അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന, നടുരാത്രി പ്രാർത്ഥിക്കുന്ന സഹോദരി, ആമൻ നീ ഒരു യായല. ആമൻ നിനക്ക് അധികാരമുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധനെ വിളിച്ചു പറയാ, നിന്റെ നടപ്പാതയെ ബന്ധിച്ചില്ലേ? വീട്ടിനകത്ത് വന്നു കയറുമ്പോ തല ചുറ്റുന്നില്ലേ? ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റാൻ പോവയാ. കരങ്ങളെ അടിച്ചു വന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സഹോദര, വീട്ടിൽ പോയി കയറുമ്പോ പേ പിടിച്ച മാതിരി, പൈത്യക്കാരൻ മാതിരി വീട്ടുക്കുള്ള വന്നാ വീട്ടുക്കുള്ള ഇരിക്ക മുടിയാതെ, വീട്ടുക്കുള്ള ഇറങ്ങി പോണു. എതൊക്കെ വീട്ടുക്കുള്ള ഇരിക്കണോ നീ നനയ്ക്കുന്നില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധനെ വിളിച്ചു പറയാ, ആ ബന്ധനത്തോട് കൽപ്പിക്ക്. നീ അർദ്ധരാത്രി നടുരാത്രി എഴുന്നേൽക്ക്. അവൻ നീ ഒരു പൗലാക്, നീ ഒരു ശീലാവാക്. ആ ബന്ധനത്തെ കർത്താവ് അഴിക്കാൻ പോവയാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ ചിന്തകളെ നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിൽ മേലില്ല. സഹോദര, ജോലിക്ക് പോകുമ്പോ നീ ജോലി ചെയ്യാൻ കഴിയാതെ, ജോലി ചെയ്യാൻ മുടിയല്ലേ? ദേഹമാസമനം കളപ്പ് മാതിരി എന്നാലോ മുടിയല്ലേ? വേലയ്ക്ക് പോനാലോ കിടക്കുന്ന കാശൊന്നും പോക്കല്ലേ, നിക്കല്ലേ? ആമേൻ സ്വത്രം. സഹോദരി, എത്ര പാചകം ചെയ്താലോ ആ പാചകത്തിന് ടേസ്റ്റ് ഇല്ല. അതേ ടേസ്റ്റ് ഇല്ലാതെ വീട്ടിക്കുള്ള ചണ്ടത വാക്കുവതെന്താ? ഇന്ന് രാത്രി പരിശുദ്ധനെ വിളിച്ച് പറയാ, നീ അവൻ ഉണ്ടാക്കുന്ന സാമ്പാറിനകത്ത് കുറെ സ്വാത്രമിട്. നീ ഉപ്പിട്ടില്ലേലും നീ മുളക് പൊടി ഇട്ടില്ലേലും ആ സ്വോത്രം ടേസ്റ്റ് ആക്കാൻ പോവയാ. ആ സ്വോത്രത്തിനകത്ത് നിന്റെ വീട്ടിന്റെ മേൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോവയാ. കരങ്ങളെ അടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞാട്ട്. അന്നേരം ഒരു സഹോദരി ഇരുന്നുകൊണ്ട് ചിന്തിക്കുക, ആണ്ടവരെ നാ എത്ര കുറച്ച് ഉപ്പിട്ടാലും ആമേ സ്വോത്രം ഹല്ലേലൂയ കൂട്ടിലെ എല്ലാം ഉപ്പ് കൂടും. ആ എണ്ണയ്ക്ക് എനിക്ക് ചണ്ടത. ഹല്ലേലൂയ. എണ്ണയ്ക്ക് എനിക്ക് ചണ്ടതാ വളക്കുതാ. ഉപ്പ് കൂട്ടിയിട്ടോ ആമൻ കൊണ്ടു കൊടുക്കുമ്പോ അതിനകത്ത് കൈവച്ചൊരു സ്വോത്രം കൂടെ പറഞ്ഞോ. കൂട്ടിയിട്ടിട്ട് പിന്നെ പ്രഷർ കൂടിയെന്ന് എന്നോട് പറയരുത്, ഞാൻ ഇന്ന് പോവയാ. പ്രഷർ കൂടിയാലും കുഴപ്പമില്ല, ഇവിടെ ഡോക്ടറമ്മയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സ്വോത്രം പറഞ്ഞു കൊടുക്ക്, പ്രഷർ കൂടത്തില്ല. ഇന്ന് രാത്രി നിന്നെ തളർത്തുന്ന ആ പ്രഷർ നിന്റെ ശരീരത്തിൽ നോർമൽ ആകട്ടെ. ആ പ്രഷർ കയറ്റുന്ന, ആ പ്രഷറിനെ ലോ ആക്കുന്ന അന്ധകാര ശക്തി ഇന്ന് രാത്രി ഇടിയട്ടെ. ഓ റബല ഹദുന ബലബ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം. എന്റെ കർത്താവ് പറയുന്നു, വിശ്വസിക്കയോ സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടോ. വിഷയോ യേശു കർത്താവ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമെടുത്തു. പ്രത്യുത
പൊങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ അങ്ങ് ഇറങ്ങി. സ്വർഗം തുറന്നു. ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ ശബ്ദം ആ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് എന്നെ രാത്രി സ്നാനമെടുക്കാനുള്ള ദൈവമക്കളെ, ആമേൻ സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത. സ്നാനം നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം. ആമേൻ സ്തോത്രം. ചില അമ്മമാര് പറയാറുണ്ട്, ഞാൻ പിള്ളേക്ക് തിരുമണം മുടിച്ചാ പിന്നെ എനക്കെന്നാ സ്നാനം, ഞാൻ പിള്ളേക്ക് തിരുമണം വരെ എനക്കെന്നാ வெயிட்டிங் லிஸ்டா. ஹல்லேலூயா. இந்த வேலைக்கு ஹல்லேலூயா ஸ்தோத்திரம். சிலவங்க ஆமென் ஸ்தோத்திரம் எல்லாம் ரெடி ஆகும்போது வெயிட்டிங் லிஸ்ட்ல வைப்பாங்க. അതുകൊണ്ട് ചില കുടുംബങ്ങളൊക്കെ ഹല്ലേലൂയ സ്നാനം വന്നതിന് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കയാ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ഇന്ന് രാത്രി ഈ ഹല്ലേലൂയ ഈ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോ കർത്താവിന്റെ വരവാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എവിടെ പോയി? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് വന്ന, ഹല്ലേലൂയ, ഇന്ന് രാത്രി കർത്താവിന്റെ വരവായ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ പ്രമാണം പറയുന്നു, രണ്ടുപേർ തിരിക്കല്ലിൽ പൊടിക്കും, ഒന്നിനെ ദൂതൻ എടുക്കും, ഒന്നിനെ ഇട്ടേച്ചു പോകും. ഭാര്യയും ഭർത്താവും ഒരു ബെഡിൽ കിടന്നുറങ്ങും. ചിലപ്പോ ഭാര്യയെ എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ ഭർത്താവിനെ എടുത്തോണ്ട് പോകും. ഒന്നിവിടെ കിടക്കും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ദൈവ പൈതലേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയാ, ഒന്നിനെ കർത്താവ് കൊണ്ടുപോയിട്ട് ഒന്നിനെ ഇട്ടിട്ട് പോയാ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി ഒരു സ്വപ്നം കണ്ടു കർത്താവിന്റെ വരവിനെ കുറിച്ച്. സഹോദരി സ്നാനപ്പെട്ടു, സഹോദരി സ്വപ്നം കണ്ടു കർത്താവിന്റെ വരവാ. സാറ്റർഡേ നൈറ്റ് സ്വപ്നം കാണുക, ശനിയാഴ്ച രാത്രി സ്വപ്നം കാണുക. പുരീതവങ്ക അല്ലേ ചൊല്ലുങ്ങളെ, എല്ലാ കരവും ഉയരട്ടെ. പുരീതവങ്ക എല്ലാ കരവും. ഓ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാറ്റർഡേ നൈറ്റ് സഹോദരി സ്വപ്നം കാണുക, കർത്താവിന്റെ വരവാ. കർത്താവ് വന്നു. നമ്മളെല്ലാം പറക്കാൻ പോവുക, കാകളനാഥം കേൾക്കൂ. നമ്മൾ പറക്കാൻ പോവുക. കർത്താവിന്റെ വരവിനെ കുറിച്ച് പുള്ളിക്കാരത്തി കുറെ പാട്ടു, ആമേൻ, സ്വപ്നമൊക്കെ പുള്ളിക്കാരത്തി കണ്ടു. രാവിലെ എഴുന്നേറ്റ് ഭർത്താവിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് സ്വപ്നം കണ്ടു, കർത്താവ് വരും. ആമേൻ സ്തോത്രം എന്നെനിക്ക് തോന്നിയ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭർത്താവേ ഒന്ന് സ്നാനപ്പെടണം. ഹല്ലേലൂയ, എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം. ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് പറക്കണം. ഹല്ലേലൂയ, ഒറ്റയ്ക്കല്ല പറക്കേണ്ടത്, ഒരുമിച്ച് പറക്കണം. ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, ആ ശരി, ആമേൻ സ്തോത്രം. നോക്കട്ടെ, പുള്ളിക്ക് ഇച്ചിരി മൂക്കുപ്പടി സ്വഭാവമുണ്ട്. മൂക്കിലൂടെ പുള്ളി എന്ത് വലിക്കും? അത് തന്നെ. ഹല്ലേലൂയ, ദൈവം ശ്വസിക്കാൻ തന്ന മൂക്കിലൂടെ. ഹല്ലേലൂയ. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഇടത്തെ കയ്യിൽ ഒരു സാധനം വയ്ക്കും, എന്നിട്ട് വെച്ചിട്ടൊരു ബോഡിന്ന് തട്ടി ഇട്ടിട്ട് ആമേൻ സ്തോത്രം രണ്ട് ഞരടിയിട്ട് എടുത്ത് മൂക്കിനകത്ത് ഒറ്റ വാലി. ദൈവമേ, അടുപ്പിൽ നിന്ന് തീയൂതുമ്പോ ഇച്ചിരി പുക മൂക്കിൽ കയറിയാ മതി. സഹോദരിമാരെ, വില ഒന്ന് ചിന്തിക്ക്. ആ പുക മൂക്കി കൂടെ കയറിയ ആമൻ ആ കണ്ണും ചുമന്ന് കുറെ ചുമച്ച്, ആമൻ മുഖവും ചുമന്ന്, കണ്ണിന്നും മൂക്കിന്നും വെള്ളം വന്ന് പെടുന്ന പാട്. ഇന്ന് രാത്രി സഹോദര, ജീവശ്വാസം തമ്പുരാൻ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി ജീവശ്വാസം ഊതിക്കറ്റിയെങ്കിൽ നിനക്ക് മൂക്കുപൊടി വലിക്കാനോ വീടി വലിച്ചു പകവിടാനുമുള്ള ചിമ്മിനി അല്ല നിന്റെ മൂക്ക്. എന്ന് രാത്രി ശുദ്ധീകരണം വരട്ടെ, എന്ന് രാത്രി വിടുതല വരട്ടെ. ഹല്ലേലൂയ. ഈ പുള്ളിക്ക് ഇച്ചിരി മൂക്കുപൊടി സ്വഭാവമുണ്ട്. മൂക്കുപൊടി കാരണം പുള്ളി സ്നാനം എടുക്കത്തില്ല. ആമേൻ സ്തോത്രം. അന്നേരം ഹല്ലേലൂയ സഹോദരി പറഞ്ഞു, ഉള്ളിൽ ഇച്ചിരി പേടിയുണ്ട്. ഹല്ലേലൂയ. കാരണം ഈ സഹോദരി പറയുന്ന സ്വപ്നങ്ങളെല്ലാം കറക്റ്റാ. ഇന്ന് ജോലിക്ക് പോകുമ്പോ സൂക്ഷിച്ചു പോണോന്ന് പറഞ്ഞാ, സൂക്ഷിച്ചില്ലെങ്കിൽ ഒരാപത്ത് കൊണ്ടേ വരത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെട്ടു പോയാൽ ഓക്കെയാ. ഈ സഹോദരൻ പേടിച്ച് വെപ്രാളപ്പെട്ട് ചർച്ചിൽ സൺഡേ രാവിലെ പോയിരിക്കുമ്പോ അവൻ പാസ്റ്റർ പ്രസംഗിക്കുക കർത്താവിന്റെ വരവിനെ കുറിച്ച്. ഹല്ലേലൂയ. അന്നേരം ഭർത്താവ് ആമേൻ സ്തോത്രം മറ്റേ സൈഡിലിരുന്ന് ഭാര്യയെ നോക്കയാ. ഭാര്യ പറയും, ഞാൻ ചെല്ലല്ലയോ. ഹല്ലേലൂയ. കർത്തർ കാട്ടുന്നത് ഉന്മതാ. രണ്ട് സാക്ഷി ഒന്നായി വന്നാ കാര്യം ഉറപ്പാ. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. രണ്ട് സാക്ഷി ഒന്നായി വന്നെങ്കിൽ ഉറപ്പാ. ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്തോത്രം. ആമേൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആമേൻ സ്തോത്രം. എന്ന ആമേൻ ആരാധന കഴിഞ്ഞിട്ട് സഹോദരൻ കുറച്ചു നേരം നിൽക്കും, സഹോദരി എഴുന്നേറ്റ് പോകും. പാസ്റ്ററോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസികളടക്കം സംസാരിച്ച് പാസ്റ്റർ ക്ഷേമമൊക്കെ അന്വേഷിച്ചിട്ടേ പുള്ളി പോകത്തുള്ളൂ. പക്ഷെ അന്നായപ്പോ സഹോദരി ഇറങ്ങി പെട്ടെന്ന് പോയപ്പോ കൂടെ ഓടി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അന്നേരം പറയാ സഹോദരിയോ ആമേൻ സ്തോത്രം പറയാ, ഞാൻ പറഞ്ഞില്ലേ സ്നാനത്തെ കുറിച്ച് പറഞ്ഞില്ലേ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതല്ലേ കർത്താവ് ആമേൻ പാസ്റ്ററും പറഞ്ഞത്. അപ്പൊ ഉറപ്പാ, സൂക്ഷിച്ചോ, കർത്താവിന്റെ വരവ് ഉറപ്പാ. അന്നേരം പുള്ളി പറയാ ആമേൻ സ്തോത്രം, കർത്താവ് വന്നാ നീ പറക്കൊന്നും നിനക്ക് ഉറപ്പില്ലേ? അന്നേരം ഭാര്യ പറഞ്ഞു, കണ്ടിപ്പാ എനക്ക് ഉറപ്പിരിക്ക്, ഞാൻ എന്നെ ചെയ്വേൻ പറപ്പ. അന്നേരം സഹോദരൻ പറയാ, നീ പറക്കുമ്പോ നിന്റെ സാരിയിലെ തൊങ്ങലുണ്ടല്ലോ തുമ്പ്, അതെ പിടിച്ച് ഞാൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരൻ പറയാ, ആ സാരിയുടെ തുമ്പിൽ ആ തലക്കേല് പിടിച്ച് ഞാനും കൂടെ വരും. അന്നേരം സഹോദരി പറയാ, ആമേൻ കല്ലുലിയ മെനഞ്ഞാന്നും എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചില്ലേ, അതിന്റെ മുന്നത്തെ ദിവസം അലവിൽ ഒറ്റെണ്ണം തന്നില്ലേ, അത്ര ചവിട്ട് തന്നു. ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും എന്നെ അടിച്ചില്ലേ, എനിക്ക് പകരം ചെയ്യാനുള്ള ഒരു അവസരമാണ് അത്. ഹല്ലേലൂയ. സാരിയുടെ തൊങ്ങലെ പിടിച്ച് വരത്തില്ലേ, ഞാൻ പറക്കുമ്പോ ഒറ്റ ചവിട്ട് എവിടെ കിടക്ക്. സഹോദരിമാർക്ക് അവസരം ചെയ്യാം, ആമേൻ പകരം ചെയ്യാനുള്ള ഒരു അവസരമാ ഇന്ന് രാത്രി. സഹോദര വിട്ടു കൊടുക്കരുത്. രക്ഷിക്കപ്പെട്ട സഹോദര, എവിടെയെങ്കിലും യോനയുടെ അവസ്ഥയാണോ, പിന്മാറ്റത്തിലാണോ, വിട്ടു കൊടുക്കരുത്. വിട്ടു കൊടുക്കാതവ എന്നെ നടത്തുകിன்றവ, എന്നെ പാതുകാപ്പവ, എന്നെ സർനീരേ. என்னை விட்டு கொடுக்காதவர், என்னை நடத்துகின்றவர், ഓ എന്നെ പാതുകാപ്പവർ, എന്നെ സർനീരേ. ഹല്ലേലൂയ. എന്റെ കർത്താവ് വിട്ടു കൊടുക്കാത്ത കർത്താവ്. ഇന്ന് രാത്രി സഹോദരന്മാരെ ഒരു തീരുമാനമാ, ആ തീരുമാനത്തിങ്കൽ ഉറക്ക്. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവയാ. യോന തീരുമാനത്തിൽ ഉറച്ചില്ല. ആമേൻ സ്തോത്രം. യോനയോട് ദൈവം പറഞ്ഞു, നിനവയ്ക്ക് പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ഓടയാ. യോശുവ പറഞ്ഞതുപോലെ, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും ഒരുമിച്ച് ചൊല്ലുങ്ങളെ നെല്ല് നിക്കട്ട്. സമയമേ നീ 8:45. ആ സ്തോത്രം. ഹല്ലേലൂയ. സമയമേ നീ 8:45 എന്ത് ചെയ്യ്, ആരും വാച്ച് നോക്കണ്ട, ഞാൻ 8:45 നിർത്തും. ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപകൾക്കായി യോനയോട് കർത്താവിന് സ്തോത്രം. യഹോവയായ ദൈവം പറഞ്ഞു, യോനേ നിനവയ്ക്ക് കപ്പൽ കയറിക്കോ, ടിക്കറ്റ് ഫ്രീയാ. യോന അന്നേരം പറഞ്ഞു, ആമൻ കപ്പൽ കയറാൻ വേണ്ടി പോയപ്പോ യോനയ്ക്ക് ഒരു ചിന്ത, ഞാൻ പോയി നിനവേ പട്ടണത്തിക്ക് വിരോധമായ പ്രസംഗം പണിനാലോ, ആമൻ കർത്തർ ദയവ് തോന്നി അവങ്ങളെ വിടിവിപ്പാങ്ക, പിന്നെ ഞാൻ എതുക്ക് പോണു എന്ന് ഹൃദയത്തിനകത്ത് യോന ചിന്തിച്ചിട്ട് യോന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തർസീസിലോട്ട് കപ്പൽ കയറി. ഹല്ലേലൂയ. നമ്മൻ ചെലവൻ കാപ്പിടുതാ. கர்த்தருக்கு ஆலோசனைக்கு கீழ்ப்படாம நம்ம கூலி கொடுத்து எங்க போவான், அமெரிக்கைக்கு போவான். போன மாதிரி அங்க சென்று இறங்கும் போது ட்ரம்ப் சொல்லுவான், ஒன்ன இங்க தேவையில்லை, நீ கட்டிக்கோ எங்க இந்தியாவிலேக்கு. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, യോന കൂലി കൊടുത്ത് നിനവയിലോട്ട് വണ്ടി കയറി. ആമൻ കപ്പൽ നീങ്ങാൻ തുടങ്ങി. നടുക്കടലിലെത്തിയപ്പോ കപ്പലിന് പ്രതികൂലം, ഓളം, തിരമാല. ആമൻ സ്തോത്രം. കപ്പലിനകത്തുള്ളവർക്ക് സ്വസ്ഥതയില്ല. പക്ഷേ ദർശനമുള്ള യോന കപ്പലിന്റെ അടിത്തട്ടിൽ ചെന്ന് തിന്നു കുടിച്ചിട്ട് സുഖ ഉറക്കം. യോനേ, എനിക്ക് യോനയെ ഭയങ്കര ഇഷ്ടമാ. കാര്യം എന്നാന്നറിയാമോ, യോന തിന്നു കുടിച്ചിട്ട് കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്നപ്പോ കപ്പലിനകത്തുള്ളവരെ എല്ലാം ദൈവത്തെ വിളിപ്പിച്ചു. ഹല്ലേലൂയ. കപ്പലിനകത്തുള്ളവരെല്ലാം അവരവരെ ദൈവത്തെ വിളിച്ചു. യോനയെ തൂക്കി. ഹല്ലേലൂയ. ആമൻ ചുരുക്കി പറയാ, യോനയെ തൂക്കി കടലിലെറിയാൻ പറഞ്ഞു. കടലിലെറിഞ്ഞു. ഒരു മീന് വന്ന് വിഴുങ്ങി. ഇപ്പൊ 3 ദിവസം മീനിന് സ്വസ്ഥതയില്ല. മീനിന് കർത്താവിന് സ്വസ്ഥത. ഈ യോനയെ തൂക്കിക്കൊണ്ട് കരയെ കൊണ്ടങ്ങ് ഛർദിച്ചു. இப்ப யோனைய பார்த்தா எப்படி இருப்பா? நீங்களே சொல்லுங்களே. இந்த வலிய பெருசானா தலையும் மல்லும் வாங்கி கூப்பிடு. ஆமன் சோத்திரம், ஆமன் சோத்திரம் கூட்டு வைக்கிற அம்மா மாதிரி சொல்லுங்களே. இந்த யோனைய பார்த்தா குடலுக்குள்ளே கிடக்க யோனை பார்த்தா எப்படி இருப்பா? இந்த ஸ்கின்னக்கு எப்படி இருக்கும்? வெள்ளடி பிடிச்ச மாதிரி, புள்ளி விழுந்த மாதிரி. ஹல்லேலூயா. என்ன நவ வசனத்தை சொல்லல, நான் யோசிச்சது. ஹல்லேலூயா. യോന ചെന്ന് നിനവയിൽ പ്രസംഗിക്കാൻ നിന്നപ്പോഴേ നിനവേർക്കാർക്കൊരു മാനസാന്തരം
മാനസാന്തരം. മറ്റാരും പ്രസംഗിച്ചപ്പോൾ മാനസാന്തരപ്പെടാത്ത 1,20,000 പരം ജന യോനയുടെ ഒറ്റ പ്രസംഗത്തിൽ കൂടെ മാനസാന്തരപ്പെട്ടെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആരെങ്കിലും യോനമായിരിക്കുന്നെങ്കിൽ നിന്നെ എന്റെ കർത്താവിന് ഇട്ടവാ, നിന്നെ കർത്താവ് സ്നേഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് പറയുന്നു, മലാക്കി 4:1 വായിക്കാം. മൽക്കിയ 4:1. இதோ சூளையை போல எரிகிற நாள் வரும். இதோ சூளையை போல எரிகிற நாள் வரும். அப்பொழுது அகங்காரிகள் யாவரும் அக்கிரமம் செய்கிற யாவரும் துரும்பாயிருப்பார்கள். வரப்போகிற அந்த நாள் அவர்களை சுட்டெரிக்கும். அது அவர்களுக்கு வேரையும் கொப்பையும் வைக்காமற் போகும் என்று சேனைகளின் கர்த்தர் சொல்லுகிறார். ഹല്ലേലൂയ. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ஏனெனில் கர்த்தர் தாமே ஆரவாரத்தோடும் பிரதான தூதனுடைய சத்தத்தோடும் தேவ எக்காலத்தோடும் வானத்திலிருந்து இறங்கி வருவார். அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். ஹல்லேலூயா. ക്രിസ്തുവുക്കുൾ മരിച്ചവர்கள். ഹല്ലേലൂയ. ആദ്യം എഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. തന്റെ ഭക്തന്റെ മരണം ഉറക്കം പോലെയാ. നമ്മൾ ചില മരണ വീടുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലർ മരിച്ചു കിടക്കുന്നത് എങ്ങനെ കിടക്കുന്നത്? ഉറങ്ങിക്കിടക്കും പോലെ. ഞങ്ങളൊരു ദൈവദാസൻ മരിച്ചു. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് കർത്താവിന് സ്തോത്രം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആമേൻ സ്തോത്രം. ഞങ്ങൾ അടക്ക ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോ ആ ഭക്തനെ കണ്ട മരിച്ചെന്ന് പറയത്തില്ല, ചുമ്മാ കിടക്കുക. ഹല്ലേലൂയ. ചുമ്മാ ഉറങ്ങിക്കിടക്കുക. ആമേൻ സ്തോത്രം. കർത്താവ് പറയാ, ആമേൻ, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് വേഗം വരിക. തന്റെ ഭക്തന്റെ മരണം ഒരു ഉറക്കം പോലെയാ. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ ചെന്ന് വിശ്രമിച്ചോ, കാലാവസാനത്തിങ്കൽ നീ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റു വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ ആരാധിക്കുന്ന ദൈവമൈതലേ, യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമൈതലേ, പരിശുദ്ധാത്മാവ് ആഴമായി വിളിച്ചു പറയുക, ആമേൻ, സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ ചേർക്കാൻ വരും. ഹല്ലേലൂയ. എന്റെ കർത്താവ് വരും നിനക്ക് വേണ്ടി. കാൽവരി ക്രൂസിൽ യാഗമായി, ആമേൻ, തന്റെ പാപ പരിഹാരത്തിന് വേണ്ടി, നിന്റെ പാപ പരിഹാരത്തിന് വേണ്ടി, ആമേൻ, കല്ലിലെ ചങ്കിലെ ചോരയെ ഊറ്റിക്കൊടുത്ത് കർത്താവിന് സ്തോത്രം. ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച്, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, കന്നാവിന്റെയും ആമേൻ അയ്യപ്പാവിന്റെയും പീലാത്തോസിന്റെയും വിസ്താരവും മർദ്ദനവും ഏറ്റ് കന്നത്തടിച്ച് കണ്ണുകളെ കർത്താവിന് സ്തോത്രം കെട്ടി വച്ചിട്ട് കന്നത്തടിച്ചിട്ട് പറയാ, യേശുവേ പ്രവചിക്ക്. ആരാ നിന്നെ അടിച്ചത്? ആരാ? ഹല്ലേലൂയ. ആരാ നിന്നെ അടിച്ചത്? പ്രവചിക്ക്. ഞാൻ കൂടെ ചിന്തിക്കാറുണ്ട്, കർത്താവ് പ്രവചിക്കണ്ട. ഒരു വാക്ക്, ഒരു നോട്ടം, ഹൃദയത്തിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാ മതി. എന്റെ തമ്പുരാൻ പേര് വിളിച്ച് പറയും, നീ രോഗസൗഖ്യം പ്രാപിച്ചവനാ. നീ കർത്താവിന് സ്തോത്രം അത്ഭുതം നടന്നപ്പോ 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോ നീയും കൂടെ വന്നിരുന്ന് തിന്നവനാ. ഇന്ന് നീ എന്നെ ഹല്ലേലൂയ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിക്കുന്ന ആമേൻ സ്തോത്രം ആ തിന്നവന്റെ കൂട്ടത്തുള്ള നീയാ എന്ന് എന്റെ യേശുവിന് പറയാൻ അറിയാം. എന്റെ കർത്താവ് മൗനം പാലിക്കുമ്പോ പീലാത്തോസ് വിസ്തരിച്ച് ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് യേശു കർത്താവിനെ മർദ്ദിക്കാൻ അടിക്കാൻ ഏൽപ്പിക്കുമ്പോ അടുത്ത ശബ്ദം മഹാപുരോഹിതന്മാരും ആസാര്യരും മൂപ്പന്മാരും യഹൂദന്മാരും പറയാ, ഞങ്ങൾക്ക് ഇവനെ ക്രൂശിക്കണം, ബറബാസായ കള്ളനെ വിട്ടു തരണം.
ഈ മൂന്നാമത്തെ ദിവസം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ലോകത്തിന് ആവശ്യം ബറബാസായ കള്ളന്മാരെയാ. അവൻ എന്റെ യേശുവിനെ വേണ്ട. എന്ന് രാത്രി എവിടെയായാലും നിന്ന് കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പ്രാണനെ തന്ന, പല ഘട്ടങ്ങളിൽ ആത്മഹത്യക്ക് വിധേയനായി മരിച്ചാ മതി എന്ന് ചിന്തിച്ച, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഏതോ ഒരു ദൈവ പൈതൽ, നിനക്ക് വേണ്ടി കരഞ്ഞ ഏതോ സഹോദരി, അടിക്കടി നിന്റെ വീട്ടിൽ കയറിയ ട്രാക്റ്റുമായി വന്ന ഏതോ ഒരു പാട്ടി നിന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ അതാ മരണത്തിന് വിട്ടുകൊടുക്കാത്തത്, നിന്റെ പ്രാണനെ കർത്താവ് തന്നത്. ആ കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു മീറ്റിങ്ങിന് ഞാൻ തിരുവനന്തപുരത്തോട്ട് പോകയാ. ഞാൻ ഒറ്റയ്ക്കാ പോകുന്ന. ബസ് കയറി ഒരു ആന്റിയുടെ വീട്ടിലൊരു പ്രയറിന് വേണ്ടിയാ പോകുന്നേ. ഈ പോകുമ്പോ ഞാൻ ഇരിക്കുന്ന ബസിന്റെ നടുക്കുള്ള സീറ്റിലാ. അന്നേരം അകത്ത് പരിശുദ്ധാത്മാവ് പറയാ, ആമേൻ സ്തോത്രം, നീ എഴുന്നേറ്റ് ആ ഡ്രൈവറിന്റെ ബാക്കിൽ രണ്ടാമത്തെ സീറ്റിൽ ചെന്നിരുന്നു എന്ന്. അന്നേരം ഞാൻ നോക്കി, അവിടെ ഒരു 18-19 വയസ്സുള്ള ഒരു പെങ്കൊച്ചിരിക്കുക. ആമേൻ സ്തോത്രം. അന്നേരം കർത്താവിന് സ്തോത്രം, കർത്താവേ ആ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം എന്നാ ഒന്ന് ആമേൻ സ്തോത്രം വീണ്ടും പറയാ. പിന്നെയും പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുക, നീ എണീക്ക്, അവിടെ പോയിരിക്കുക. ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം പറയാ, വേണ്ട ഞാൻ ഇവിടെ ഇരിക്കാം. എന്നെ അന്നേരം നിർബന്ധിച്ചു വലിച്ചു കൊണ്ടുപോയതുപോലെ ഞാൻ ആ രണ്ടാമത്തെ സീറ്റിൽ പോയിരിക്കുക. ഞാൻ പോകുമ്പോ എന്റെ ബാഗിൽ എവിടെ ചെന്നാലും കുറച്ച് ട്രാക്ട് ഇരിക്കും. അന്നേരം കർത്താവിന് സ്തോത്രം, ഞാൻ ആ സഹോദരിയെ ഒന്ന് നോക്കി 2 നോക്കി. ആമേൻ സ്തോത്രം. നോക്കുമ്പോ എവിടെ മുഖം വല്ലാതിരിക്കുക, എവള് പേടിച്ചതുപോലെ ഇരിക്കുക. ഒരു കോളേജിൽ പോകുന്ന സമയമാ, വല്ലാതിരിക്കുക. പക്ഷെ ടൈം കഴിഞ്ഞു, വല്ലാതെ ഇരിക്കുക. പെട്ടെന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയത്, എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പറ, അവളോട് പറ, നീ ഇപ്പൊ ചെയ്യാനിരിക്കുന്ന കാര്യം ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പെട്ടെന്ന് പറഞ്ഞു, ആമേൻ കുഞ്ഞെ, നീ ഇപ്പൊ ചെയ്യാനിരിക്കുന്ന കാര്യം ചെയ്യരുത്, നീ തിരിച്ച് വീട്ടിൽ പോ. ഹല്ലേലൂയ. അന്നേരം പെട്ടെന്ന് അവൾ എന്നെ ഒന്ന് നോക്കി. ആമേൻ സ്തോത്രം. ആന്റി എന്താ പറഞ്ഞേ? നീ ഇപ്പൊ ചെയ്യാനിരിക്കുന്ന കാര്യം ചെയ്യരുത്. ഉള്ളിനകത്ത് 1000 സ്തോത്രം. അന്നേരം നീ ഇപ്പൊ ചെയ്യാനിരിക്കുന്ന കാര്യം ചെയ്യരുത്. ആമേൻ സ്തോത്രം. വീണ്ടും അവൾ ചോദിച്ചു, ആന്റി എന്താ പറഞ്ഞേ? നീ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം നീ ചെയ്യരുത്. ഹല്ലേലൂയ. എവള് മുഖം പൊത്തി ഒരു കർച്ചീഫ് എടുത്ത് വെച്ചിട്ട് മുഖം പൊത്തി അവള് കരയാൻ തുടങ്ങി. എവള് പറയാ, ആന്റി ഞാനൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു, അവൻ എന്നെ ചതിച്ചു. എന്റെ വീട്ടുകാർ കർത്താവിന് സ്തോത്രം, ആമേൻ സ്തോത്രം, ഈ കാര്യം അറിഞ്ഞു. എനിക്ക് വേദനയാ, ഞാൻ മരിക്കാനിരിക്കുക. ഈ പോകുന്ന യാത്ര മരണത്തിലോട്ടാ. ആമേൻ സ്തോത്രം. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, എനിക്ക് കർത്താവിന് സ്തോത്രം ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകാൻ പോവയാ. എന്റെ നമ്പറിനെ പെട്ടെന്ന് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ പോകുന്ന യാത്ര ചെയ്യരുത്. ആമേൻ സ്തോത്രം, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്. നിന്റെ ജീവിതം മരണത്തിനല്ല, നിന്റെ ജീവിതം ജീവനിലേക്ക് വരാനാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് നമ്പർ കൊടുത്തിട്ട് ഞാനാ പോയിന്റിൽ ഇറങ്ങി. ആ സഹോദരി പോയി. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 1 മണി കഴിഞ്ഞപ്പോ ഈ സഹോദരി എന്നെ വിളിക്കാൻ സമയം പറഞ്ഞിട്ടാ ഞാൻ പോയത്. ഇത്ര സമയം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോ. ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്തോത്രം കുഞ്ഞ് വിളിച്ചിട്ട് പറയാ, ആന്റി പറഞ്ഞതുപോലെയാ, ഞാൻ കർത്താവിന് സ്തോത്രം പോയില്ല. പുള്ളിക്കാരത്തി മരിക്കാൻ വേണ്ടി പോയതാ, പോയില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. എന്റെ പപ്പയും അമ്മയും എന്നെ സന്തോഷത്തോടെ വീട്ടിൽ കയറ്റി. ഹല്ലേലൂയ. യേശു തൊട്ട വിടുതല. യേശു തൊട്ടാൽ, യേശുവിനെ തൊട്ടാൽ വിടുതല. വിഷയോ, എന്റെ കർത്താവ് മരിച്ചത് നിന്നെ കൊല്ലാനല്ല, ജീവിപ്പിക്കാനാ. ഹല്ലേലൂയ. നിനക്ക് ജീവന്, സമൃദ്ധിയായ ജീവനും തരാൻ വേണ്ടിയാ എന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായത്. വിഷയോ, അവൻ എന്റെ കർത്താവ് നിത്യപിതാവ്, എന്റെ ദൈവം സമാധാന പ്രഭുവാ. ഹല്ലേലൂയ. എന്റെ യേശു കർത്താവിനെ ആമേൻ സ്തോത്രം 3/4 ഇഞ്ച് കനമുള്ള ആണി കൊണ്ട് മരത്തോട് ചേർത്തടിച്ചിട്ട് 8 ഇഞ്ച് നീളമുള്ള ആണിയെ ആമേൻ അകത്ത് തറച്ചു കയറ്റി. ഹല്ലേലൂയ. 3/4 ഇഞ്ച് കനവും 8 ഇഞ്ച് നീളവുമുള്ള ആണിയെ കർത്താവിന് സ്തോത്രം കയ്യും ആ
പൈൻ മരം 80 കിലോ വെയിറ്റ് ഉള്ള ആ പൈൻ മരത്തോട് ചേർത്തടിച്ചിട്ട് 2 കാലുകളും കൂട്ടി അടിച്ചിട്ട് എന്റെ കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുക. ദൈവ പൈതലെ, എന്റെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യം പറയുക, പിതാവേ, ഇവർ ഈ ചെയ്തത്, എന്നെ അടിച്ചില്ലേ, എന്നെ പരിഹസിച്ചില്ലേ, എന്നെ നിന്ദിച്ചില്ലേ, പ്രവചിക്കാൻ പറഞ്ഞില്ലേ, കന്നത്തടിച്ചില്ലേ, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞില്ലേ, ഈ ചെയ്തത് ഇവരോട് ക്ഷമിക്കണം. അവർക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം, ആ വ്യക്തിത്വങ്ങൾക്കൊരു മാനസാന്തരപ്പെടാൻ ഒരു അവസരം. ഹല്ലേലൂയ. ആ ക്രൂശിൽ കിടക്കുമ്പോ പോലും എന്റെ കർത്താവിന് നല്ല വെള്ളം കൊടുത്തില്ല. മലയാളത്തിൽ പറയുന്നു, ഈ സോപ്പ് തണ്ടിന്മേൽ കയ്പ് കാടി കലർത്തിയ വീഞ്ഞ് എന്റെ കർത്താവിന് കുടിക്കാൻ കൊടുത്തു. എന്റെ കർത്താവ് കടന്നുകൊണ്ട് പറയാ, ഇതോ ഞാൻ ദാഹമായിരിக்கிறேன். ഇന്ന് രാത്രി ഈ മൈതാനത്തെ നോക്കി, ഈ മൈക്രോഫോണിൽ കേൾക്കുന്ന ശബ്ദത്തെ കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ നോക്കി പരിശുദ്ധന്മാർ പറയാ, ഇതോ ഞാൻ ദാഹമായിരിக்கிறேன். നിന്റെ ആത്മാവിന്റെ ദാഹത്തിന് എന്റെ കർത്താവ് ദാഹിക്കയാ. നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് ദാഹിക്കയാ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ, എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആ ദാഹത്തിങ്കൽ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, എന്റെ കർത്താവിന്റെ വചനം കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. അന്നേരം യേശുവിനെ നടുക്കോ 2 കള്ളന്മാരെ 2 സൈഡിലുമായിട്ട് ക്രൂശിക്കുക. അന്നേരം ഒരു കള്ളൻ പറയാ, യേശുവേ, നീ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക്. ആ ക്രൂശിൽ കിടക്കുമ്പോഴും സമപ്രായമായ ശിക്ഷാവിധി അനുഭവിക്കുമ്പോഴും ആമേൻ, സ്തോത്രം, യേശുവിന് നിന്നയാ. പലരും അത് മരണകരമായ വിഷയം വന്നാലും ആ യേശുവിനെ ഏറ്റെടുക്കത്തില്ല. എന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആമേൻ, സ്തോത്രം. ഒരു കള്ളൻ പറയാ, യേശുവേ, നീ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക്. അന്നേരം മറ്റു കള്ളൻ പറയാ, അങ്ങനെ നീ പറയരുത്, നമ്മൾ ഒരേ ശിക്ഷാവിധിയാ, നമ്മൾ തനിയെ കള്ളന്മാരാ, തെറ്റ് ചെയ്തവരാ. പക്ഷെ പാപമില്ലാത്ത കുറ്റമില്ലാത്ത ഈ യേശു നമ്മോടൊപ്പം സമശിക്ഷാവിധി അനുഭവിക്കയോ. എന്നിട്ട് യേശുവിനെ നോക്കിയിട്ട് പറയാ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർത്തുകൊള്ളണമേ. എന്ന് രാത്രി സഹോദര സഹോദരി ഒത്തിരി തെറ്റുകൾ ചെയ്തിരിക്കാം. ഇന്ന് രാത്രി, ഈ 3-ാമത്തെ ദിവസം രാത്രി നിനക്കൊരു സമർപ്പണത്തിന്റെ രാത്രിയാ, നിനക്കൊരു തീരുമാനമെടുക്കേണ്ട രാത്രിയാ, ദൈവവുമായി അടുക്കേണ്ട രാത്രിയാ, ദൈവത്തോട് ചേരേണ്ട രാത്രിയാ. ആ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോടൊരു സമർപ്പണം, ദൈവത്തോട് തീരുമാനം. അതേ കർത്താവെ, ഞാൻ ഇന്നു മുതൽ എന്റെ യേശുവിനെ സ്നേഹിക്കാൻ പോവയാ. ആമേൻ, സ്തോത്രം. കർത്താവിന് ഒത്തിരി രഹസ്യ ശിഷ്യന്മാരുണ്ട്. അതിലൊന്നാ നിക്കോദിമോസ്. ആമേൻ, യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയി അരിമത്യക്കാരനായ യോസഫ്. ഇതെല്ലാം രഹസ്യത്തിലുള്ള ശിഷ്യന്മാരാ. എന്ന് വെച്ചാൽ ഇവരെ ലോകം അറിയുകയും ചെയ്യരുത്. ആമേൻ, രഹസ്യത്തിൽ ദൈവത്തെയും ആരാധിക്കണം. എന്ന് വെച്ചാൽ കർത്താവിന് സ്തോത്രം, ആവിക്കുരി ആരാധനയും വേണോ, ആവിക്കുരി വിടുതലും വേണോ, ആന പാരമ്പര്യം ഇവിടെയും ചെയ്യരുത്. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, നിന്റെ രഹസ്യ അനുഭവമല്ല, നിന്റെ പാരമ്പര്യത്തിന് കെട്ട് പൊട്ടട്ട് ആ ചങ്കിലെ ചോര തന്ന യേശുവിനെ ആത്മാവിലും സത്യത്തിലും ഒന്ന് ഏറ്റെടുക്കുവാൻ എന്ന് രാത്രി ഒന്ന് തയ്യാറാകുമെങ്കിൽ ആ കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് ആത്മാവിശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ആമേൻ, സ്തോത്രം, ക്രൂശിന്മേൽ തറച്ചു. ആമേൻ, സകലതും കഴിഞ്ഞിട്ട് 7-ാമതായി എന്റെ കർത്താവ് പറയാ, സകലവും നിവർത്തിയായി, സകലവും നിവർത്തിയായി, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് രാത്രി എന്റെ കർത്താവ്, നിത്യ പിതാവ്, സമാധാന പ്രഭു എല്ലാ ദൈവമക്കൾക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്.